ഹേ ഗൈസ്, അപ്പോൾ ഒന്നൊരാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. കഴിഞ്ഞ് നമ്മുടെ സ്കൂൾ തുറക്കുന്ന ഒരു വീഡിയോ, ആ ടൈമിലുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പാർട്ട് 2 ആയിട്ട് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു. പിന്നെ പോയ പോക്കാണ്. അപ്പോൾ നമ്മൾ നേരെ പിറ്റേ ദിവസം എൻ്റെ ഫ്രണ്ടിനും അവരുടെ മക്കൾക്കൊക്കെ യൂണിഫോമും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. അവിടെ നേരെ നമ്മുടെ വഴുതക്കാടുള്ള പോലീസ് ക്യാമ്പിലോട്ട് പോയി പിള്ളേർക്കുള്ള സകലമാന സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ എൻ്റെ മോന് കുറച്ച് 2 ദിവസത്തിന് മുന്നേ വേറെയും കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബുക്കും കാര്യങ്ങളൊക്കെ വേറെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി എല്ലാം വാങ്ങിച്ചു. ഇത് കണ്ടപ്പോഴത്തേക്കും 3 മക്കൾക്കും എന്ന് വെച്ചാൽ എൻ്റെ മോനും എൻ്റെ ഫ്രണ്ടിൻ്റെ 2 മക്കൾക്കും കണ്ടപ്പം വിരിയാ പറഞ്ഞു അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ വീട്ടിൽ വന്ന് ബുക്കൊക്കെ പൊതിഞ്ഞതിന് ശേഷം അവന് സെപ്പറേറ്റ് ഒരു അലമാര ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് അവൻ്റെ ബുക്കും സ്കൂളിലെ ബുക്ക്, മദ്രസയിലെ ബുക്ക് ബാഗ്, ട്യൂഷനിലെ ബുക്ക് ബാഗ് എല്ലാം അതിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു. കാണുമ്പോൾ എല്ലാം കേട്ടോ നല്ല പണിയുണ്ടായിരുന്നു. കാരണം ബുക്കും പൊതിയണം, പിന്നെ ഇതെല്ലാം പറക്കി അടുക്കി വെക്കണം, ട്യൂഷൻ ക്ലാസ്സിലത് പള്ളിയിലത് ഇതെല്ലാം അതിൻ്റെതായ രീതിയിൽ മടക്കുക, ഒതുക്കുക, വെക്കുക, വറക്കുക എന്നൊക്കെ പറഞ്ഞ് ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് അവന് വാങ്ങിച്ച പുതിയ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുപോകുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ബാക്കി കുറച്ച് സാധനങ്ങൾ ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റബ്ബറും പിന്നെ റേസറും സ്കെയിലും പെൻസിലും ഒക്കെ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കൊളാബ് കിട്ടിയതാണ് കേട്ടോ. കാരണം എനിക്കറിയാം എൻ്റെ മോൻ അത് കൊണ്ട് കളയും എന്ന്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കുറച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് അവൻ്റെ ബുക്കിലെ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചു. അത് കഴിഞ്ഞ ശേഷം അതിൽ ഞാൻ പേരൊക്കെ എഴുതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ കുറച്ച് ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ്. പിറ്റേ ദിവസം സ്കൂൾ ഇറക്കുന്നതിൻ്റെ ആ ഒരു ത്രില്ലിൽ ഞാൻ പിടിക്കണം എന്ന്